ഹായ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. ഇന്ന് നല്ല ടാസ്ക് കിട്ടിയിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മൂത്ത ആൾക്ക് പനിയായിരുന്നു. മൂത്ത ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിൻസിൽ മൂത്ത ആൾക്ക് പനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ആയി കഴിഞ്ഞപ്പോൾ അത് ഇളയവനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും അടുത്ത ആൾക്ക് കിട്ടുന്നത് നമുക്ക് 100% ഉറപ്പാണ്. പക്ഷേ ഇവരുടെ ഒരു ചേഞ്ചസ് കാരണം ഇവർ വലുതാവണ അനുസരിച്ച് ഇവരുടെ മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് ഒരാൾക്ക് ഒരു മൂഡാണെങ്കിൽ ചിലപ്പോൾ ആ മൂഡായിരിക്കില്ല നാളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ വാശി നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. മക്കൾക്ക് പനിയായാലും നമുക്ക് ഫുഡ് അടിക്ക് ഒരു കുറവില്ല കേട്ടോ. കാരണം അവരെ നോക്കാനുള്ള ആരോഗ്യം നമുക്ക് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സമയത്തിന് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മമാരാദ്യം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മക്കൾക്ക് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഫ്രസ്ട്രേഷനൊക്കെ കുറച്ച് കുറയും എന്നാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മൂത്തവനൊന്ന് കളിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് കൈയൊക്കെ ഒന്ന് അനക്കി നോക്കിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കൈ എവിടെ ചെന്നിടിച്ച് കൈ മരവിച്ച് കണ്ണിന്ന് പൊന്നിച്ച് പറഞ്ഞു ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് അവനൊന്ന് മേത്ത് കിടത്തി ഒന്ന് ഉറക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്ത് ചെയ്താൽ ഉറങ്ങില്ല. പക്ഷെ മരുന്നിൻ്റെ എഫക്റ്റിൽ പിന്നെ അങ്ങനെ കിടന്ന് ആൾ ഉറങ്ങിപ്പോയിട്ടോ. ഒരാൾ ഓൾറെഡി ഉറക്കമായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി വന്നു കഴിഞ്ഞ് കുറച്ച് നേരം ഇവനെയൊക്കെ നോക്കി ഭക്ഷണമൊക്കെ കഴിച്ചോ നോക്കി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവളുടെ കാര്യങ്ങളോട്ട് കിടക്കണം. അപ്പോൾ ഇന്നത്തെ ഉള്ളൂ ഗൈസ്. ബൈ.